ലാംഗ്വേജിന് ഭയങ്കര ഒരു ഡെപ്ത്. പിന്നെ ഈ ലാംഗ്വേജ് ഒരു എത്ര ഇപ്പോൾ 5000 വർഷം മുന്നത്തെ പഴക്കമുള്ള പോലെ ഇരിക്കണം, അത്രയും വർഷത്തെ ആണെന്നുണ്ടെങ്കിൽ പോലും അതിനൊരു കണ്ടംപററി ഒരു എഫക്റ്റ് ഉണ്ട്. ഒരിക്കലും അത് എന്താ പറയുക, ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോകാത്തൊരു ലാംഗ്വേജാണ്. കാരണം ഞാൻ ഈ ഇടയ്ക്ക് ഞാൻ അങ്ങനെ പല മീറ്റിങ്ങുകളും ഇതിനു വേണ്ടി ഞാനൊരു അറ്റ്ലീസ്റ്റ് ഒരു 100 മീറ്റിങ്ങുകൾ നടത്തിയിട്ടുണ്ട്. 100 മീറ്റിംഗ് ഈ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട്. മൊസാട്ടിൻ്റെ ഒക്കെ മ്യൂസിക് കേട്ടപ്പോഴാണ് ഹാർമോണി എന്താണെന്ന് മനസ്സിലായത്. പിന്നെ എറിക് ക്ലാപ്റ്റൻ്റെ ബോണിയം, കാർപ്പൻറ്റേഴ്സ്, ഇതൊക്കെ അവൻ കേൾക്കാറുണ്ടോ? വെരി ഗുഡ്. ലോകാർജുനത്തിന് ആലോചിച്ച് നോക്ക്, നിങ്ങൾ രണ്ടുപേരും കൂടെ ഐഡിയ അവന് കൊടുത്തു കഴിഞ്ഞാൽ അവൻ നിങ്ങളെ ഇരട്ടിയാവും. അപ്പൊ എൻ്റെ ആഗ്രഹത്തിൽ അവനൊരു കലാകാരനെ എനിക്കറിയാം അവൻ എവിടെ കറക്റ്റ് സ്ട്രൈക്ക് ചെയ്യണമെന്നും ആരെ പോയി മീറ്റ് ചെയ്യണമെന്നും ഇവന്റെ ഫസ്റ്റ് ലോഞ്ച് എന്താണെന്ന് എന്റെ മനസ്സിലുണ്ട്. ചിലർ പറയാം അവര് പഠിച്ച് അവരിഷ്ടത്തിനാണ്, ഒന്നുമില്ല. നമ്മൾ അവരെ ഡെവലപ്പ് ചെയ്യണം. പാരന്റിങ് ഈസ് ഇമ്പോർട്ടന്റ്. എന്റെ വീട്ടിലും എൻ്റെ അപ്പൻ എന്നെ അങ്ങനെ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഞാനിന്ന് അങ്ങനെ ആയത്. അപ്പോൾ എൻ്റെ എല്ലാ ക്രെഡിറ്റ്സും ഞാൻ എൻ്റെ അപ്പനും എൻ്റെ ഗുരുക്കന്മാരും. സ്കോഡ് കിട്ടിയില്ലായിരുന്നെങ്കിൽ അവനിപ്പോഴും നല്ല സ്കൂളിൽ നല്ലൊരു കുട്ടിയായിട്ടാണ്. ലോകാർജുനത്തിന് ആലോചിച്ച് നോക്കുന്നത് 4 മണിയാകുമ്പോഴേക്കും അവൻ കഴിയും, പിന്നെ കളിക്കാം. അപ്പോൾ അവൻ നോർമൽ ലൈഫ് സ്റ്റൈലിൽ അവൻ സംഗീതം മാത്രമേ അവൻ അറിയുള്ളൂ. മറ്റേത് അവൻ എവിടെ ലോകത്ത് എവിടെ പോയാലും അവനാണ് ഫ്ലൈറ്റിൽ ചെക്ക് ഇൻ ചെയ്യുക, എയർപോർട്ടിൽ ചെക്ക് ഇൻ ചെയ്യുന്ന അവനായിരിക്കും, ഹോട്ടലിൽ പോയാൽ ചെക്ക് ഇൻ ചെയ്യുന്ന അവനായിരിക്കും. അവന് പാസ്പോർട്ട് ഹാൻഡിൽ ചെയ്യാൻ അറിയാം, അവനൊരാളടുത്ത് സംസാരിക്കാൻ അവനറിയാം. നമ്മുടെ റെഗുലറായിട്ടുള്ള സ്കൂൾ സിസ്റ്റത്തിൽ ഒരു ഓപ്ഷനില്ല. അവിടെ ഏതോ ഒരു മ്യൂസിക് ടീച്ചർ വരുന്നു, കുറച്ച് സെറികൾ ഒഴിഞ്ഞ് അവർ പോകുന്നു. ഇവ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ആരും എൻ്റർ ചെയ്യില്ല. പൊതുവെ നമുക്കൊരു പോളിടെക്നിക്ക് സ്കൂൾ കോളേജുണ്ട്. മ്യൂസിക്കൽ സ്കൂൾ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നമുക്ക് ഇവിടെ ഇല്ല. വിദേശ രാജ്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഈ സർക്കാർ ഇതിനകത്തേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നില്ല. ചില സ്കൂളുകൾ അവർക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയിട്ട് കുറച്ച് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ജനുവലി താല്പര്യമുള്ള പിള്ളേർക്കൊന്നും അങ്ങനെ പോയി പഠിക്കുന്നത് അവർക്ക് പാർട്ട് ഓഫ് ദി ഗെയിം എന്നുള്ള രീതിയിൽ കൊണ്ടുവരും. സ്റ്റീഫൻ ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും ഐഡിയ തോന്നുന്നു? നമ്മുടെ എൻ്റെ ആഗ്രഹത്തിൽ എല്ലാ ഗവൺമെൻറ് സ്കൂളിലും പ്രൈവറ്റ് സ്കൂളിലും ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് കൊണ്ടുവരണം. ഒന്ന്, ഇപ്പൊക്കെ പിള്ളേർ, എൻ്റെ മോൻ നോർമൽ സ്കൂളിൽ പഠിക്കുന്നില്ല. എൻ്റെ മോൻ എല്ലാ ഡെയിലി സ്കൂളിൽ പോകുന്ന പോലെ സംഗീത സ്കൂളിലേക്ക് വിടുന്നുണ്ടല്ലേ? എക്സ്ചേഞ്ചിലാണ് എപ്പോഴും, ഒരു കൾച്ചർ എക്സ്ചേഞ്ചിലാണ് എപ്പോഴും ക്രാക്ക് ആവുന്നത്. അതായത് ഗംഭീരമായിട്ടുള്ള ചരിത്രങ്ങൾ സംഭവിക്കുന്നത് മ്യൂസിക്കൽ എക്സ്ചേഞ്ചുകളിലാണ്. ഇപ്പോൾ നിലവിലുള്ളത് അത്ര ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഇനി പോസിബിലിറ്റീസ് കൂടും. മ്യൂസിക്കിൻ്റെ വലിയ വലിയ പോസിബിലിറ്റീസ് തുടങ്ങുന്നത് ഇപ്പം എന്താ വെച്ചാൽ ഓൺലൈൻ അല്ലെങ്കിൽ ഡിജിറ്റൽ മ്യൂസിക്. ഇതൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ല, അപ്പാർട്ട് ഫ്രം ഞാനിപ്പോൾ ലോക്കൽ പരിപാടികൾ നടത്തുന്നതിന് ഉപരിയായിട്ട് എനിക്ക് ഏറ്റവും എഫക്റ്റ് കിട്ടിയിരിക്കുന്നത് ഫ്യൂഷൻ പ്രോഗ്രാംസിന് പോയിട്ടാണ്. അത് ഉമയാൾപുരം ശിവരാമൻ സാറാണെങ്കിലും, എൽ സുബ്രഹ്മണ്യം, സാക്കർ ഹുസൈൻ ആണെങ്കിലും, ഹരിഹരനാണെങ്കിലും, ശങ്കർ മഹാദേവനാണെങ്കിലും, ശിവമണി ആണെങ്കിലും, യു ശ്രീനിവാസ്, പിന്നെ കാരേക്കുടി മണി സാറ്, രാജേഷ് വൈദ്യ. ഇപ്പോൾ ഈ റീസെൻ്റ് ഞാൻ രാജേഷ് വൈദ്യം കൂടെ ഒരു കർണാട്ടിക് വെസ്റ്റേൺ ഫ്യൂഷൻ ടൂർ നടത്തി ഓസ്ട്രേലിയ. ഇതെത്ര നടത്തുമ്പോഴും നമുക്ക് അതിൽ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്തോരം ബാക്കിയുള്ള ലൈറ്റ് മ്യൂസിക് ചെയ്യുമ്പോൾ കിട്ടില്ല. കാരണം അതിലുള്ള ഒരു മ്യൂസിക്കൽ എക്സ്പാൻഷൻ അതിൻ്റെ ഒരു കൂടുന്നതിന് ഉപരി എനിക്കെന്ന് വെച്ചാൽ ഞങ്ങളൊരു മ്യൂസിക് എക്സ്പ്ലോറേഷനാണ്. നമ്മളിതുവരെയായിട്ട് വായിക്കാത്ത ചില, അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ ഭാഗം ഇതുവരെയായിട്ട് വായിക്കാത്തൊരു ഭാഗമൊക്കെ നമ്മുടെ തലയിൽ കയറി വരും. അപ്പോൾ അത് അങ്ങനെ എന്തോ ഒരു പരിപാടി നടത്തിയിട്ടില്ലായിരുന്നു നമ്മുടെ മ്യൂസിക്കിലൊക്കെ. ചക്രവായുടെ കൂടെ കുറേ പ്രോഗ്രാം